അൻസു, ഇതിപ്പോൾ കനത്ത ആക്രമണമാണ് നടക്കുന്നത്. ഈ സംഘർഷം ഉടനെയൊന്നും അവസാനിക്കുന്ന ലക്ഷണവും കാണുന്നില്ല. ഇപ്പോൾ എന്താണ് ശരിക്കും ഒരു ആക്രമണത്തിൻ്റെ ഒരു അപ്ഡേറ്റ്? വെങ്കടേഷ് പറഞ്ഞതുപോലെ സമാധാനം അകലെയാണെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇറാൻ ഇസ്രായേലിന് മേൽ കടുത്ത മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മിലിറ്ററി ഫോഴ്സസ് റിപ്പോർട്ട് ചെയ്യുന്നത്, മിലിറ്ററി ഫോഴ്സസിൻ്റെ അപ്ഡേറ്റ് പ്രകാരം അവർക്ക് നിരവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു. ഇസ്രായേലിൽ നിരവധി തവണ സൈറൺ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ടെല്ലവീവിന് മേലാണ് ഇറാൻ്റെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, ഇസ്രായേൽ ഇന്നലെ ഇറാൻ്റെ സ്റ്റേറ്റ് ടിവിക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷം ഈ സ്ഥാപനത്തിൽ സംപ്രേഷണം പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും ഈ സ്ഥാപനം അറിയിച്ചത് ഏറ്റവും വലിയതും ഏറ്റവും വിനാശകരവുമായ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ മേൽ അഴിച്ചുവിടും എന്ന തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി ഈ ഇറാൻ സ്റ്റേറ്റ് ടിവിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വരികയും ചെയ്തിരുന്നു. ഇറാൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം 224 പേർക്കാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർമാർക്കടക്കം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിൽ 24 മരണസംഖ്യ എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇറാൻ്റെ മിസൈൽ ശേഖരം തകർത്തു എന്ന് ഇസ്രായേൽ പറയുന്നു. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മിസൈൽ ശേഖരങ്ങൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലയങ്ങൾക്ക് മുകളിൽ വലിയ രീതിയിലുള്ള ഒരു അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ഇസ്രായേലിന് നേരെയും ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണ്. ഹൈഫ, ടെല്ലവീവ് നഗരങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഇറാൻ ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിൽ ഇത്തരത്തിൽ പരിക്കേൽക്കുക അല്ലെങ്കിൽ അപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇറാൻ്റെ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അപലപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇറാനിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. വെങ്കടേഷ്, അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം വിനിത വേണു കൂടിയുണ്ട്. വിനിത, ഇതിപ്പോൾ ഇന്നലെ രാത്രി എന്നൊക്കെ പറയുന്നത് വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. അത്രയും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു, അത് കടുക്കുന്നു, അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു സമാധാന ചർച്ചകളൊക്കെ ഏത് രീതിയിൽ നടക്കുന്നു, അത് എത്രത്തോളം ഫലം കാണും എന്ന പ്രതീക്ഷയാണുള്ളത്. ഒപ്പം ഈ G7 നേരത്തെ തന്നെ ട്രംപ് ഇറങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് ഈ ചർച്ചകൾ ഏത് രീതിയിലായിരിക്കാൻ പോകുന്നത്? ശ്രുതി, വെങ്കി, നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ സംഘർഷം രൂക്ഷമാണ്. വലിയ രീതിയിൽ അത് ആളിക്കത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നു എന്നതാണ്. ഡൊണാൾഡ് ട്രംപ് G7 ഉച്ചകോടിയിൽ നിന്ന് കാനഡയിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മറ്റ് നടപടികളിലും മീറ്റിങ്ങുകളിലും പങ്കെടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ നയതന്ത്ര പരിഹാരം ഉണ്ടാകും പ്രശ്നങ്ങൾക്ക് എന്നതാണ് ഏറ്റവും ഒടുവിലായി ട്രംപിൻ്റെതായി വന്ന ഒരു പ്രസ്താവന. എന്നാൽ വെടിനിർത്തൽ, അതിനുശേഷം ആണവ കരാറിന്മേൽ ചർച്ച എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടേതായി വന്ന ഒരു പ്രസ്താവനയും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അമേരിക്കയ്ക്ക് ഒരു ഫോൺ കോളിൽ തീരുന്നതല്ലേ പ്രശ്നങ്ങൾ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്ന മട്ടിലുള്ള ഇറാൻ്റെ ഒരു പ്രസ്താവന കൂടി വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ആക്രമണങ്ങൾ തുടരുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ മറുഭാഗത്ത് ഇത്തരത്തിൽ ആണവ കരാറിൽ ഏർപ്പെടാനുള്ള ആണവായുധ നിർമ്മാണം തടയാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇറാനെ ആണവ നിരായുധീകരണത്തിലേക്ക് പോയില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് അമേരിക്കയ്ക്കും മറ്റു ലോകരാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്നെ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വെടിനിർത്തലിന് ശേഷം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്കറിയാം. ഏതാണ്ട് 5 റൗണ്ട് ചർച്ചകളാണ് ഈ ആണവായുധ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതൊക്കെ തന്നെയും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. 5 ദിവസത്തിനിടെ തന്നെ വലിയ നാശം ഇരു രാജ്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക തന്നെ നേരിട്ട് ഈ ചർച്ചകളിലേക്ക് പോകുന്നത്. G7 ഉച്ചകോടിയിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയങ്ങൾ ഉയർത്തും. മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ ഇടപെടൽ
അത് നിർണായകമാണ്. തുടക്കം മുതൽ ഖത്തറും സൗദിയും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഖത്തർ അമീർ തന്നെ നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റുമായും മറ്റ് ലോകരാജ്യങ്ങളുമായും സംസാരിച്ചു വരികയാണ്. സൗദി കിരീടാവകാശിയും ഇത്തരത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും നയതന്ത്ര പരിഹാരം വേണം എന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഐക്യരാഷ്ട്രസഭ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുമുണ്ട്. ഈ കാര്യങ്ങളിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകുമോ എന്നത് തന്നെയാണ് നമ്മൾ ഈ നിമിഷത്തിൽ ഉറ്റുനോക്കുന്നത്. പക്ഷേ അപ്പോഴും ഇസ്രയേൽ വെല്ലുവിളി തുടരുകയാണെന്നത് നമുക്ക് മറന്നുകൂടാ. ആയത്തുള്ള അലി ഖമനേയി എന്ന അവരുടെ ഇറാന്റെ പരമോന്നത തലവനെ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണങ്ങളെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുകയാണ്. ഖമനേയിയെ വധിക്കുന്നതാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടതെന്ന് നെതന്യാഹു വെല്ലുവിളിക്കുമ്പോൾ തീർച്ചയായും ഇറാൻ അടങ്ങിയിരിക്കാൻ സാധ്യതയുമില്ല. ഏതായാലും സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള പ്രതീക്ഷ നിർഭരമായ വാർത്തകൾ വരുമ്പോൾ പോലും മറുഭാഗത്ത് വെല്ലുവിളികളും ആക്രമണങ്ങളും തുടരുകയാണ്. ഈ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ അത് ലോകരാജ്യങ്ങളെ ആകെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്ധന നീക്കത്തെ ആകെ ബാധിക്കുമെന്നുള്ളതാണ്. ഈ ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്ന് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ നയതന്ത്ര നീക്കങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോഴും അതിന് നേതൃത്വം വഹിക്കുമ്പോഴും യുദ്ധക്കപ്പലുകൾ അയച്ചു അമേരിക്ക എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ കൂടി വരുന്നത്. ആ കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ അത്തരം ഒരു സാഹചര്യമില്ലെങ്കിൽ പോലും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോയാൽ അത് ചരക്ക് നീക്കത്തെ ഇന്ധന നീക്കത്തെ പ്രധാനമായും ബാധിക്കും. നമുക്ക് അറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ്. ഇറാനിൽ നിന്ന് ഒപ്പം ഇസ്രായേലിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യക്കാരുടെ പല കോളുകളും നമുക്ക് വരുന്നുണ്ട്. ആശങ്ക തന്നെയാണ്. ടെല്ലവീവിലും ഹൈഫയിലും ഒക്കെ തുടർച്ചയായി സൈറനുകൾ മുഴങ്ങിയിട്ടുണ്ട്. അല്പം മുൻപ് വരെ അവിടെ നിന്ന് പലരും നമ്മളെ വിളിക്കുന്നുമുണ്ട്. അതായത് സംഘർഷം രൂക്ഷമാകുമ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ ഇറാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. 1600ഓളം വിദ്യാർത്ഥികൾ ഇറാനിൽ ഉണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഇതിലിപ്പോൾ 600 പേരെ ടെഹ്റാനിൽ നിന്ന് 148 കിലോമീറ്റർ അകലെയുള്ള കോമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഒപ്പം 110 വിദ്യാർത്ഥികളെ അർമേനിയൻ അതിർത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും ലക്ഷ്യമിടുന്നത്. കാരണം വ്യോമ ഗതാഗതം തടഞ്ഞതോടുകൂടി അല്ലെങ്കിൽ റദ്ദാക്കിയതോടുകൂടി വ്യോമപാത അടച്ചതോടുകൂടി ഇവരെ റോഡ് മാർഗം മറ്റ് സുരക്ഷിതയിടങ്ങളിലേക്ക് എത്തി വ്യോമമാർഗം ദുബായിലേക്കോ മറ്റോ എത്തിക്കുകയായിരിക്കും ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈറനുകൾ മുഴങ്ങിയാൽ അപ്പോൾ തന്നെ ബങ്കറുകളിലേക്ക് മാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ മറുഭാഗത്ത് സമാധാന ചർച്ചകൾ തുടരുന്നു എന്നതും ആണവ കരാറിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്ന അമേരിക്കയുടെ പ്രസ്താവനയും ഒക്കെ തന്നെ പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട് ഈ നിമിഷത്തിൽ. ഒരു പക്ഷേ വിനീത അത് തന്നെയായിരിക്കില്ല അമേരിക്കയുടെ ഒരു ലക്ഷ്യം. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഒരു വാഷിങ്ടൻ്റെ ഒരു ഫോൺ കോളിൽ തീരാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു അനുരഞ്ജനം പോലും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് US-ൻ്റെ ഒരു ആവശ്യമല്ലേ ഇറാനെ നമ്മുടെ വഴിയിൽ കൊണ്ടുവരിക എന്നത്? നമുക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം സംഘർഷം രൂക്ഷമാകുമ്പോൾ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടുക എന്നൊന്നുണ്ടല്ലോ. അതിലിപ്പോൾ സാധിക്കുക അമേരിക്കയ്ക്ക് മാത്രമാണ് എന്നാണ് ഇറാൻ സൂചനകൾ നൽകുന്നത്. അത് പക്ഷേ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഞാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന മുഴുവനായി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാം എന്ന മട്ടിലല്ല, ഇസ്രയേലുമായി അമേരിക്ക ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കണം എന്ന നിലയ്ക്കാണ് ഇറാൻ നിലപാടെടുക്കുന്നത്. പക്ഷേ കൃത്യമായി തന്നെ ഈ വെടിനിർത്തൽ ഉണ്ടായാൽ ആണവ നിരായുധീകരണ ചർച്ചകളിലേക്ക് പോയേക്കുമെന്നതാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ പൂർണ്ണമായും ഈ സാധ്യതകളെയൊക്കെ തന്നെ ചർച്ചാ സാധ്യതകളെയൊക്കെ തള്ളിയിരുന്നു. പക്ഷേ ഇപ്പോൾ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാനുമായി സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഈ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന ചെറിയ രീതിയിലുള്ള ഒരു നിലപാടിലേക്കെങ്കിലും അല്ലെങ്കിൽ വിട്ടുവീഴ്ചയിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഇറാൻ കൃത്യമായും ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ അമേരിക്ക ചർച്ചകൾ വേണം, ഇസ്രായേലിനെ മൂക്കുകയറിടാൻ അമേരിക്ക തയ്യാറാകണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇറാന്റെ പ്രസ്താവനയെ നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും വ്യക്തമാണ്. 5-ാം ദിവസവും എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് തുടരുന്നു, ആശങ്കയേറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. ടെഹ്റാനിലൊക്കെ സ്ഫോടന പരമ്പര റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, ഒപ്പം കൂടുതൽ പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ അതിനൊപ്പം സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിനുവേണ്ട ചർച്ചകളും നടക്കുന്നുണ്ട്. അത് ഫലം കാണട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ?